മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണയോടനുബന്ധിച്ച് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയുമായി ജൂലൈ 8 ചൊവ്വാഴ്ച ഓൾ കേരള കാറ്ററേഴ്സ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണയുടെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. പഴയന്നൂരിൽ വെച്ച് നടത്തിയ വാഹന പ്രചരണ ജാഥയുടെ സ്വീകരണോദ്ഘാടനം കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KK കബീർ നിർവഹിച്ചു. ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ് വിഷയാവതരണം നടത്തി. സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ജിജിൻ മത്തായി, ശ്രീവത്സൻ, ഗഫൂർ, അസീസ്, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 30 കുന്നംകുളത്ത് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ജൂലൈ 3 ചാലക്കുടിയിൽ സമാപിക്കും. മുദ്രാവാക്യമാണ് ഞങ്ങൾക്ക് ജീവിക്കണം, ജനങ്ങളെ സംരക്ഷിക്കണം. പിന്നെ മുദ്രാവാക്യം ശുദ്ധമായ ഭക്ഷണം, ആരോഗ്യ കേരളം. ശുദ്ധമായ ഭക്ഷണം കൊടുത്തുകൊണ്ട് ആരോഗ്യപരമായ ഒരു കേരളത്തിലെ കെട്ടിപ്പടുക്കാൻ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ കാലം മുതലേ ഞങ്ങളെടുത്തൊരു മുദ്രാവാക്യമാണ്. ആ ഞങ്ങളെടുത്ത മുദ്രാവാക്യത്തിന്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ ഓരോ മെമ്പറും ഇതിൽ മെമ്പറായി തുടർന്നു പോകുന്നത്. ഇവിടെ ഭക്ഷ്യസാധനങ്ങളുടെ കാര്യം, ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഏത് തരത്തിൽ എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ച് ഇവിടുത്തെ സർക്കാരുകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഇതൊരു അങ്ങാടിപ്പറമ്പാണ്. ഇവിടെ ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങളുള്ളതാ. ഇവിടെ വെജിറ്റബിൾസ് കടയുള്ളതാ. ഈ തൊട്ടടുത്തൊരു 2 മാസങ്ങൾക്ക് മുന്നേ 740 രൂപയ്ക്ക് 1 കിലോ തുണ്ടൻ മുളക് വാങ്ങേണ്ട ഒരു അവസ്ഥയിൽ ഈ കാറ്ററിംഗ് വ്യവസായമായി നടത്തുന്ന ഞങ്ങൾക്ക് അത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചപ്പോൾ മനസ്സിലായത്, തമിഴ്നാട് ഈ കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഈ തുണ്ടൻ മുളകിന് 140 രൂപ വിലയുള്ളൂ. ഈ 140 രൂപ വിലയുള്ള സാധനത്തിനാണ് 740 രൂപ ഞങ്ങളിൽ നിന്ന് വാങ്ങിയത്. CCV ന്യൂസ്, പഴയന്നൂർ.